നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ സാബി അലോൺസോയുടെയും ബയർ ലെവർക്യൂസൻ്റെയും ആ മാജിക്കൽ സീസൺ അവസാനിച്ചിരിക്കുകയാണ്. ഒറ്റ കളിയെ തോറ്റുള്ളൂ അവർ ഈ സീസണിൽ. അത് യൂറോപ്പ ലീഗിൻ്റെ ഫൈനലാണ്. പക്ഷേ ബാക്കിയെല്ലാം അവർ വിജയിച്ചു. 2 കിരീടങ്ങളും ചൂടി. ബൂണ്ടസ് ലീഗയിൽ ഒരു ടീമും തോൽക്കാതെ കിരീടം ചൂടുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. DFB പോക്കറിൽ അവരിപ്പം മുത്തമിട്ടു. അങ്ങനെ അവരുടെ ചരിത്രത്തിൽ ആകെ ലെവർക്യൂസൻ നേടിയിട്ടുള്ള 4 കിരീടങ്ങളിൽ 2 ഈ സീസണിൽ സാബി അലോൺസോ മാജിക്കിലാണ് അവർ നേടിയത്. ഇനി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സാബി അലോൺസോ മാജിക്കിൻ്റെ ആഴം. ഈ സീസണിൽ അവരെന്തൊക്കെയാണ് സ്വന്തമാക്കിയിട്ടുള്ള നേട്ടങ്ങളെന്ന് നോക്കുക. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും അധികം വിജയങ്ങൾ സ്വന്തമാക്കിയ ടീം അവരാണ്. ഇനി ഗോൾ ഡിഫറൻസ് നോക്കുക. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തുള്ളതും അവരാണ്. ഇനി ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ, ഗോൾ സ്കോറിങ് ചാൻസുകൾ ഉണ്ടാക്കിയതിൻ്റെ കാര്യത്തിൽ അതിൽ അവരാണ് മുന്നിൽ, 161. ദെൻ ഏറ്റവും കുറഞ്ഞ തോൽവികൾ ഏറ്റുവാങ്ങിയ ടീം അത് ബയർ ലെവർക്യൂസനാണ്, ഒരേ ഒരു തോൽവി. ഇനി ഗോൾ സ്കോറിൻ്റെ കാര്യത്തിൽ സെക്കൻഡാണ്, 144. അതുപോലെ തന്നെ വിതൗട്ട് കൺസീഡിങ് ഗോൾസ്, ഏറ്റവും അധികം മത്സരങ്ങൾ ഗോളുകൾ വഴങ്ങാതെ കളിച്ചതിൽ 2ാമത്, 24. അങ്ങനെ ബയർ ലെവർക്യൂസൻ ഈ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ മിന്നിക്കത്തുന്ന കണക്കാണിതൊക്കെ. ഇനി നോക്കുക, സാബി അലോൺസോ ബയർ ലെവർക്യൂസൻ്റെ കോച്ചായിട്ട് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്ക്. 90 മത്സരങ്ങളിലാണ് അദ്ദേഹം അവരെ പരിശീലിപ്പിച്ചിറക്കിയത്. അതിൽ 60 വിജയങ്ങൾ, 19 സമനിലകൾ, 11 തോൽവികൾ. ഇതാണ് കണക്ക്. അദ്ദേഹം ക്ലബിനെ ഏറ്റെടുത്തതിന് ശേഷം മറ്റൊരിക്കലും ഇല്ലാത്ത വിധം അൺഡിഫീറ്റഡ് ആയിട്ട് കിരീടങ്ങൾ ചൂടുകയുണ്ടായി. 2023-24 സീസണിലെ ബൂണ്ടസ് ലീഗ കിരീടം അങ്ങനെയാണ് അവർ നേടിയത്. അത് ചരിത്രത്തിൽ ആദ്യമാണ്. പിന്നെ ജർമ്മൻ കപ്പിൽ അവർ ചാമ്പ്യന്മാരായിരിക്കുന്നു. അത് 31 കൊല്ലത്തിന് ശേഷമാണ് DFB പോക്കലിലെ ഈ ഒരു കിരീടം. യൂറോപ്പ ലീഗിൽ അവർ റണ്ണറപ്പ് ആവുകയും ചെയ്തു. ഇൻക്രെഡിബിൾ എന്ന് തന്നെ പറയണം ഈ സാബി അലോൺസോ മാജിക്കിന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.